നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എന്ന ചാപ്റ്ററിലെ റിഡംഷൻ ബൈ സിങ്കിങ് ഫണ്ട് മെത്തഡ് എന്ന മെത്തഡിനെ കുറിച്ചാണ്. എന്താണ് ഈ മെത്തഡ് എന്ന് നോക്കാം. നോക്കുക, ഡിബഞ്ചേഴ്സ് മേ ബി redeemed by creating a sinking fund. Under this method of redemption, every year a part of the profit is set aside and sinking fund is created. The sinking fund is invested in outside securities like share, debenture, bond of other companies or corporations. The interest received on such investment along with the annual amount set aside from profit will again invested as usual. This process continue till the date of redemption of debenture. The investment will be sold and cash thus received will be used to repay the debentures. The working capital of the company will not be affected as the cash is separately made available for redemption. Under this method of redemption, sinking fund account and sinking fund investment account will be opened. After the debenture have been redeemed, the balance of sinking fund account is transferred to general reserve. അപ്പോൾ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണ് റിഡംഷൻ ഓഫ് സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഒരു കമ്പനി ആ കമ്പനിയുടെ ഡിബഞ്ചർ റിഡീം ചെയ്യാൻ ആവശ്യമായ ഫണ്ട് എന്ത് ചെയ്യണോ ഓരോ വർഷവും എന്താണ് എവറി ഇയർ എ പാർട്ട് ഓഫ് പ്രോഫിറ്റിന്റെ ഒരു ഭാഗം എന്ത് ചെയ്യുന്നു ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് മാറ്റി വെക്കുന്നു. ഓക്കെ, എവറി ഇയർ പാർട്ട് ഓഫ് പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നു സെറ്റ് അസൈഡ് എന്തായിട്ട് ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് പോലെ ഒരു ഭാഗം മാറ്റി വെക്കുകയാണ്. ആ മാറ്റി വെക്കുന്ന ഭാഗം സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിലേക്കാണ് മാറ്റി വെക്കുന്നത്. ആ സിങ്കിങ് ഫണ്ടില് അല്ലെങ്കിൽ എന്താണ് സിങ്കിങ് ഫണ്ടിന് ചിലപ്പോൾ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, ഈ സിങ്കിങ് ഫണ്ടിന് എന്ത് ചെയ്യുന്നു നമ്മൾ ഒരു ഔട്ട്സൈഡ് സെക്യൂരിറ്റീസിൽ അതായത് ഗവൺമെന്റ് ഷെയർസിലോ ബോണ്ടിലോ അല്ലെങ്കിൽ മറ്റ് കമ്പനിയുടെ ഷെയർസിലോ ഒക്കെ എന്ത് ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, ആ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിൽ നിന്നും ആ ഇതിന് നമ്മൾ എന്താ വിളിക്കുക സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. അപ്പൊ സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യും, പ്രോഫിറ്റിൽ നിന്നും ഒരു നിശ്ചിത എമൗണ്ട് ഒരു ഫിക്സ്ഡ് എമൗണ്ട് മാറ്റി വെച്ചുകൊണ്ട് ഓരോ വർഷവും നമ്മൾ എന്ത് ചെയ്യുന്നു സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യും. ആ സിങ്കിങ് ഫണ്ട് എന്ത് ചെയ്യും അത് സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഷെയറിലോ ഡിബഞ്ചറിലോ അല്ലെങ്കിൽ മറ്റു കമ്പനീസിന്റെ ബോണ്ടിലോ ഒക്കെ എന്ത് ചെയ്യും അത് ഇൻവെസ്റ്റ് ചെയ്യും. അതിന് നമുക്ക് വർഷം എന്ത് കിട്ടും ഇൻട്രസ്റ്റും കിട്ടും. ഓക്കെ, ആ ഇൻട്രസ്റ്റും പിന്നെ ആ വർഷത്തെ കോൺട്രിബ്യൂഷൻ അതായത് നമ്മൾ ഓരോ വർഷം മാറ്റി വെക്കുന്ന പ്രോഫിറ്റ് കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ അതും കൂടി കൂട്ടിച്ചേർത്ത് വീണ്ടും അടുത്ത വർഷം എന്ത് ചെയ്യും അഗൈൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും ഇൻവെസ്റ്റ് ചെയ്യും. നമ്മളൊരു റെക്കറിംഗ് ഡിപ്പോസിറ്റ് എന്നൊക്കെ പറയുന്ന സംഭവം നിങ്ങൾക്ക് അറിയാലോ. റെക്കറിംഗ് ഡിപ്പോസിറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് മന്ത്ലി ആണെങ്കിൽ മന്ത്ലി എന്ത് ചെയ്യും ഒരു നിശ്ചിത ശതമാനം എമൗണ്ട് ഇപ്പോൾ ഒരു 5,000 റെക്കറിംഗ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഓരോ മാസവും 5,000 ഇങ്ങനെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്തിട്ട് ആഡ് ചെയ്ത് പോകും. ഓക്കെ, ഇതിന് എന്താണ് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ഫണ്ടിന്റെ ഇൻട്രസ്റ്റും കൂടി അതിലേക്ക് എന്താണ് ഓട്ടോമാറ്റിക്കലി റീ ആഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ എന്താണ് നമ്മൾ നേരത്തെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടാവും. ആ ഇൻട്രസ്റ്റ് പ്ലസ് എന്താണ് ഈ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റാൾമെന്റും കൂടി ആഡ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യും നെക്സ്റ്റ് മന്തിൽ നമ്മൾ എന്ത് ചെയ്യും സിങ്കിങ് ഫണ്ടിൽ നിന്നും സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റും. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ദിസ് പ്രോസസ് ടിൽ കണ്ടിന്യൂ ടിൽ ദ ഡേറ്റ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ. ഡിബഞ്ചർ റിഡീം ചെയ്യുന്ന അത്രയും സമയം വരെ എന്ത് ചെയ്യും ഈ ഒരു സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക, പ്രോഫിറ്റിൽ നിന്ന് സിങ്കിങ് ഫണ്ടിലേക്ക് ഫണ്ട് മാറ്റുക, സിങ്കിങ് ഫണ്ടിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുക, ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നതും കൂട്ടി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു പ്രോസസ്സ് ഇതുവരെ കണ്ടിന്യൂ ചെയ്യും. ഡിബഞ്ചർ റിഡീം ചെയ്യുന്ന ഡേറ്റ് വരെ അത് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഡിബഞ്ചർ റിഡീം ചെയ്യുന്ന ആ ഡേറ്റിൽ എന്ത് ചെയ്യും നമ്മൾ ഈ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് വിറ്റിട്ട് അതിനെ ക്യാഷ് ചെയ്യും, ക്യാഷ് ആക്കി മാറ്റും. ഓക്കെ, ആ ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഡിബഞ്ചറിന്റെ റീപേയ്മെന്റ് നടത്തും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മെത്തേഡിനെയാണ് റിഡംഷൻ ബൈ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഡിബഞ്ചർ റിഡംഷൻ ഒക്കെ കഴിഞ്ഞു ബാക്കി എന്തെങ്കിലും എമൗണ്ട് ഉണ്ട് എങ്കിൽ എന്താണ് ആ ബാലൻസ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിൽ നിന്നും നമ്മൾ ജനറൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്നുള്ളതാണ്. ഇപ്പൊ സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫണ്ട് നമ്മൾ സ്വരൂപിച്ച് വെച്ചിട്ട് റെഡീം ചെയ്യുന്ന ഒരു മെത്തേഡ് അതിനെയാണ് സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫണ്ട് കമ്പനി എന്ത് ചെയ്യാണ് കമ്പനി മറ്റൊരു കമ്പനിയുടെ ഷെയർസിലോ ഡിബഞ്ചേഴ്സിലോ ബോണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ രണ്ട് അക്കൗണ്ട് നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ ഓപ്പൺ ചെയ്യേണ്ടി വരും. ഒന്ന് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടും സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് തിയറി ആയിട്ടേ പഠിക്കാനുള്ളൂ, പ്രോബ്ലം ആയിട്ട് ഈ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങളുടെ സിലബസ് പ്രകാരം ഇപ്പോൾ ഇല്ല. നേരത്തെ പഴയ സ്ട്രീമിലുള്ള കുട്ടികൾക്കൊക്കെ ഇതിൽ നിന്ന് പ്രോബ്ലം ചെയ്യാനുണ്ടായിരുന്നു. ഓക്കെ, ഇനി നോക്കൂ മെറിറ്റ്സ് ഓഫ് സിങ്കിങ് ഫണ്ട് മെത്തേഡ്. സിങ്കിങ് ഫണ്ട് മെത്തേഡിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, മെറിറ്റുകൾ എന്തൊക്കെയാണ്? രണ്ട് മെറിറ്റുകളാണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത്. ഒന്ന്, ആസ് ദ ഫണ്ട് റിക്വയർഡ് ഫോർ റിഡംഷൻ അക്യുമുലേറ്റ് ഔട്ട്സൈഡ് ദി ബിസിനസ്
liquid cash is available at the time of redemption. Hence, debenture can be repaid without disturbing the financial position of the company. അതായത് നമ്മൾ റെഡീം ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയൊരു എമൗണ്ട്, ഹ്യൂജ് എമൗണ്ട് നമുക്ക് കമ്പനിക്ക് ആവശ്യം വരും. ആ സമയത്ത് എന്താണ്, ആ ഹ്യൂജ് എമൗണ്ട് ഒരുമിച്ച് കമ്പനിയിൽ നിന്ന് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, അവിടെ കമ്പനിയുടെ ലിക്വിഡിറ്റിയെ അത് ബാധിക്കും. അതായത് ലിക്വിഡിറ്റി മീൻസ് എന്താണ്, കമ്പനിയുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ക്യാഷ് ബാലൻസ്. കമ്പനിക്ക് എത്ര അസറ്റ് ഉണ്ടെങ്കിലും ക്യാഷിന്റെ ആവശ്യത്തിന് ക്യാഷ് തന്നെ കിട്ടണമല്ലോ. പെട്ടെന്ന് ഒരു അസറ്റ് വിറ്റിട്ട് നമുക്ക് ക്യാഷ് ഉപയോഗിക്കാൻ, ക്യാഷ് ആക്കി അങ്ങനെ ചെയ്യുന്ന വലിയ നഷ്ടമായിരിക്കും. അപ്പോൾ ക്യാഷ് ലിക്വിഡ് ആയിട്ടുള്ള പണം എപ്പോഴും ബിസിനസിന്റെ കയ്യിൽ ഉണ്ടാവണം. അപ്പം ഈ റിഡീം ചെയ്യുന്ന സമയത്ത് നമ്മുടെ എന്താണ്, ഫുൾ എമൗണ്ട് റിഡീം ചെയ്യാൻ ആവശ്യമായ എമൗണ്ട് ക്യാഷ് ബാലൻസിൽ നിന്ന് എടുക്കുമ്പോൾ അത് ബിസിനസിന്റെ ലിക്വിഡിറ്റിയെ നന്നായിട്ട് ബാധിക്കും. പക്ഷേ സിങ്കിങ് ഫണ്ട് മെത്തേഡ് അനുസരിച്ച് നമ്മൾ ഇങ്ങനെ ഫണ്ട് ക്രിയേറ്റ് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്തി വെച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് ആ റിഡീം ചെയ്യേണ്ട സമയമാകുമ്പോൾ നമുക്ക് ആ ഇൻവെസ്റ്റ്മെന്റ് വിറ്റ് ക്യാഷ്, നമുക്ക് ആ ക്യാഷ് ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ റിഡീം ചെയ്യുന്നത്. അപ്പൊ അത് ബിസിനസിന്റെ ആ ഒരു പെർട്ടിക്കുലർ ഇയറിലെ റിഡീം ചെയ്യുന്ന ഇയറിലെ ക്യാഷ് ബാലൻസിനെ അല്ലെങ്കിൽ ലിക്വിഡിറ്റി അത് ബാധിക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഗുണമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞു ഹെൻസ് ഡിബഞ്ചർ ക്യാൻ ബി റീപെയ്ഡ് വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷനെ എഫക്ട് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിബഞ്ചർ റീപേയ്മെന്റ് നടത്താൻ പറ്റും, സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്ത് നടത്തുകയാണെങ്കിൽ. ഓക്കെ, ഇനി നോക്കൂ, ദ ഇന്ററിം പീരീഡ് ദ സെക്യൂരിറ്റി മേ ബി പ്ലഡ്ജ്ഡ് ഓർ സോൾഡ് ഔട്ട് ടു ഗെറ്റ് ലിക്വിഡ് ക്യാഷ് ഇൻ കേസ് ഓഫ് എനി എമർജൻസി. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഡിബഞ്ചർ റിഡംഷന് വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കുക. പക്ഷേ നമുക്ക് മറ്റെന്തെങ്കിലും എമർജൻസി വരികയാണെങ്കിൽ കമ്പനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് കമ്പനിക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഇന്റർമീഡിയറ്റ് ഇടക്കാല ആവശ്യങ്ങൾക്ക് എമർജൻസി കേസിൽ എന്ത് ചെയ്യാൻ പറ്റും, പണയം വെക്കാനോ പ്ലഡ്ജ് എന്ന് പണയം വെക്കാം, പണയത്തിന് വെക്കാനോ അല്ലെങ്കിൽ എന്താണ് വിറ്റിട്ട് ലിക്വിഡ് ക്യാഷ് ഏൺ ചെയ്യാനൊക്കെ സഹായിക്കും എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ മറ്റൊരു ഗുണമായിട്ട് പറയുന്നത്. പ്രധാനപ്പെട്ട രണ്ട് ഗുണം: ഒന്ന്, കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷനെ ബാധിക്കാതെ നമുക്ക് റിഡംഷൻ നടത്താം. മറ്റൊന്ന്, എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് കമ്പനിയുടെ ലിക്വിഡിറ്റിയെ കമ്പനിക്ക് ലിക്വിഡ് ക്യാഷിന്റെ ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സിങ്കിങ് ഫണ്ടിനെ അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് പ്ലഡ്ജ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വിറ്റിട്ടോ അവർക്ക് അതിനാവശ്യമായ ഫണ്ട് കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട രണ്ട് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ മെറിറ്റ് ആയിട്ട് പറയുന്നത്. ഇനി സിങ്കിങ് ഫണ്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ട് ഡീമെറിറ്റ്സ് ആയിട്ട് എന്താ പറയുന്നത് നോക്കൂ. പ്രധാനപ്പെട്ട ഡീമെറിറ്റ് എന്താണ്, ദർ മേ ബി ലോസ് ഇൻ റിയലൈസിങ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ പറഞ്ഞു, ഈ നമ്മൾ എന്താണ് മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഷെയറുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളൊക്കെ ടി വിയിൽ ഉണ്ടാവാറുണ്ട്. അത് കാണുന്ന സമയത്ത് എന്താണ്, ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണെന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ലാഭം പ്രതീക്ഷിച്ച് നടത്തുന്ന ചിലപ്പോൾ ഏതെങ്കിലും കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഷെയറിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് ചില സാഹചര്യങ്ങളിൽ എന്തായിട്ട് മാറാം, നഷ്ടമായിട്ട് മാറാം. നമ്മൾ നടത്തിയ ഇൻവെസ്റ്റ്മെന്റ് തന്നെ ചിലപ്പോൾ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളായിട്ട് മാറാം. ഓക്കെ, കാരണം ബാങ്കിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് പോലെയുള്ള ഒരു സെക്യൂർ ഫണ്ടിലൊന്നും ആയിരിക്കില്ല അവർ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. മറ്റു കമ്പനിയുടെ ഡിബഞ്ചറിലോ മറ്റു കമ്പനിയുടെ ഷെയറിലോ സെക്യൂരിറ്റീസിലൊക്കെ ആയിരിക്കും ഇവർ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. അപ്പോൾ ഷെയർ, സെക്യൂരിറ്റി, ഡിബഞ്ചർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, വിപണിയിലെ എന്താണ് ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. അപ്പം അതിനുള്ള സാധ്യത അവിടെ കൂടുതലാണ് എന്നാണ് പറയുന്നത്. ദർ മേ ബി ലോസ് ഇൻ റിയലൈസിങ് ഇൻവെസ്റ്റ്മെന്റ് റിയലൈസ് ചെയ്യുന്ന സമയത്ത് ലോസ് ഉണ്ടാകും, നഷ്ടം ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഓക്കെ, പിന്നെ എന്താണ്, ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് മേ ബി ലെസ് ദാൻ ദി ഏർണിംഗ് റേറ്റ് ഓഫ് ബിസിനസ്. ചിലപ്പോൾ നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്തുദ്ദേശിച്ചിട്ടാണ്, ആ ഒരു പെർട്ടിക്കുലർ പീരീഡ് ആവുന്ന സമയത്ത് നമുക്ക് എന്താണ് ഹ്യൂജ് എമൗണ്ട് ഒരുമിച്ച് കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട് ഇല്ലാതാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. പക്ഷെ നമ്മൾ ആ പണം നമ്മുടെ ബിസിനസ് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ് ഉണ്ടാക്കി തരുന്ന ഏണിങ്ങിനേക്കാളും ചിലപ്പോൾ കുറവായിരിക്കും അത് മറ്റൊരു ബിസിനസിന്റെ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴോ മറ്റൊരു സോഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴോ കിട്ടുന്നത്. അപ്പോൾ അതൊരു ഡിമെറിറ്റ് തന്നെയാണ്. അപ്പോൾ എല്ലായ്പ്പോഴും എന്താണ്, നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്താണ് നമ്മുടെ ബിസിനസിനേക്കാളും മികച്ചതാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ബിസിനസിനേക്കാളും ലോവർ റേറ്റ് റിട്ടേൺ നൽകുന്ന ഇൻവെസ്റ്റ്മെന്റിലായിരിക്കാം ചില സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. As a part of profit set aside for creating sinking fund, shareholders get comparatively low rate of dividend during the debenture. അതായത് എന്താണ്, ഈ ഇത് കാരണം, അതായത് എല്ലാ വർഷവും പ്രോഫിറ്റിൽ നിന്നും സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു നിശ്ചിത ശതമാനം എമൗണ്ട് മാറ്റി വെക്കുന്നുണ്ടല്ലോ. അപ്പം നമുക്കറിയാം പ്രോഫിറ്റിൽ നിന്നാണ് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കുന്നത്, ഡിവിഡൻഡ് കൊടുക്കുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ എല്ലാ വർഷവും ഒരു നിശ്ചിത ശതമാനം എമൗണ്ട് പ്രോഫിറ്റിൽ നിന്നും എന്താണ് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കുന്നത് കാരണം എന്താണ്, ഇവർക്ക് കിട്ടാനുള്ള ഷെയർ ഹോൾഡേഴ്സിന് കിട്ടാനുള്ള എന്താണ് ഡിവിഡൻഡ് കുറയാൻ അത് കാരണമാകുന്നതാണ്.
അപ്പോൾ ലോ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആവാനുള്ള ഇടയാകും. കാരണം എന്താണ്, നമുക്ക് പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഡിവിഡൻഡ്, അതായത് ഡിവിസിബിൾ പ്രോഫിറ്റ് ആണ് എന്തിലേക്ക്, ആ പ്രോഫിറ്റ് എമൗണ്ടിൽ നിന്നാണ് നമ്മൾ സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡിവിസിബിൾ പ്രോഫിറ്റ് കുറഞ്ഞു വരുന്നതനുസരിച്ച് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടാനുള്ള എന്താണ് ഡിവിഡൻഡ് പോർഷനും കുറയും. അപ്പോൾ അതിന് മറ്റൊരു ലിമിറ്റേഷൻ ആണ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഡിവിഡൻഡ് കുറയാനും ഇത് സിങ്കിങ് ഫണ്ട് ക്രിയേഷൻ ഇടയാക്കും എന്നുള്ളത്. ഓക്കെ, അങ്ങനെ പ്രധാനമായിട്ടും 3 ലിമിറ്റേഷൻസ് ആണ് സിങ്കിങ് ഫണ്ടുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് നോക്കൂ. When there is a sinking fund redemption of debenture, the company need not transfer 10% of face value of redeemed debenture and deposit or invest 15% amount of debenture to be redeemed. അതായത് നമ്മൾ സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ്, നമ്മുടെ സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യാതെ നമ്മൾ നേരത്തെ എന്താണ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും എന്താണ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ 10% എന്ത് ചെയ്യണം, DRR ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്, ഡിബഞ്ചർ അതുപോലെ തന്നെ 15% ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യുന്നതെങ്കിൽ, അതായത് റിഡംഷനുള്ള ഫണ്ട് കണ്ടെത്തുന്നതെങ്കിൽ പിന്നെ എന്തിന്റെ ആവശ്യമില്ല, ആ 10%ന്റെയും ആ 15%, അതായത് DRRലേക്കുള്ള 10%വും DRI ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റിലേക്കുള്ള 15% മാറ്റി വെക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിഡീം ചെയ്യാൻ ആവശ്യമായ ഫണ്ട് നമ്മൾ വേറെ ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ അതേ ആവശ്യത്തിന് വേണ്ടിയിട്ട് വേറൊരു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ന് പറഞ്ഞിട്ടും DRI ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് പ്യുവർലി എന്താണ് തിയറി മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പൊ ആ തിയറി മനസ്സിലാക്കി വെക്കുക. എന്തായാലും തിയറി ക്വസ്റ്റ്യൻസ് സിങ്കിങ് ഫണ്ടുമായി ബന്ധപ്പെട്ട് പാർട്ട് എയിലോ പാർട്ട് ബിയിലോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. സിങ്കിങ് ഫണ്ട് മെത്തേഡും അതുപോലെ ഇനി പഠിക്കാൻ പോകുന്ന ഇൻഷുറൻസ് പോളിസി മെത്തേഡും നിന്നും. ഓക്കെ, അപ്പോൾ തിയറി പോർഷൻസ് പഠിച്ചു വെക്കുന്നത് വളരെയേറെ ആവശ്യമുള്ളതാണ്. ഇനി നോക്കൂ, അടുത്ത മെത്തേഡാണ് ഇൻഷുറൻസ് പോളിസി മെത്തേഡ്. ഇൻഷുറൻസ് പോളിസി മെത്തേഡ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ അതേ കൺസെപ്റ്റ് പ്രകാരം തന്നെയാണ്. പക്ഷെ ഇത് ആൻ ആൾട്ടർനേറ്റീവ് ടു സിങ്കിങ് ഫണ്ട് മെത്തേഡ്. സിങ്കിങ് ഫണ്ട് മെത്തേഡിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് എന്ത്, ഇൻഷുറൻസ് പോളിസി മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർ ദി സിങ്കിങ് ഫണ്ട് മെത്തേഡ് ആനുവൽ കോൺട്രിബ്യൂഷൻ ഈസ് ഇൻവെസ്റ്റഡ് ഇൻ ഔട്ട്സൈഡ് സെക്യൂരിറ്റീസ്. ഓക്കെ, അതായത് സിങ്കിങ് ഫണ്ട് മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ മാറ്റി വെക്കുന്ന ആ എമൗണ്ട് നമ്മൾ ഔട്ട്സൈഡ് സെക്യൂരിറ്റീസിലേക്കാണ് എന്ത് ചെയ്യുന്നത്, മാറ്റി വെക്കുന്നത്, അല്ലെ അതിലേക്കാണ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലെ. എന്നാൽ ഇൻഷുറൻസ് പോളിസി മെത്തേഡിൽ എന്താ ചെയ്യുന്നത്, ഒരു ഇൻഷുറൻസ് പോളിസി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇൻഷുറൻസ് പോളിസി പർച്ചേസ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് അത് ബൈ ആനുവൽ പ്രീമിയം നമ്മൾ ഓരോ വർഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും സിങ്കിങ് ഫണ്ടിലേക്ക് മാറ്റി വെച്ച് സിങ്കിങ് ഫണ്ടിൽ നിന്നും സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിന് പകരം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും ആ സെറ്റ് സൈഡ് മാറ്റി വെക്കുന്ന ആ എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണ്. ആ പോളിസി എടുത്തിട്ട് അതിൽ നിന്നും എന്ത് ചെയ്യുന്നു, പ്രീമിയം അടയ്ക്കുക. ഓരോ വർഷവും പ്രീമിയം നമ്മൾ മാറ്റി വെക്കുന്ന എമൗണ്ട് പ്രീമിയം ആയിട്ട് പേയ്മെന്റ് നടത്തുന്ന ഒരു മെത്തേഡാണ് ഇൻഷുറൻസ് പോളിസി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റിന് പകരം അല്ലെങ്കിൽ ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുക, സെയിം രീതിയിൽ, അതായത് പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെച്ച എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, സച്ച് പോളിസി വിൽ മെച്ചൂർ ഓൺ ദി ഡേറ്റ് വെൻ ദ ഡിബഞ്ചർ ബിക്കം റെഡീമബിൾ. അപ്പൊ ഈ പോളിസി നമ്മൾ എടുക്കുന്നത് എത്ര ടൈം, ഏത് ടൈമിലേക്കായിരിക്കും നമ്മൾ എടുക്കുന്നത്, നമ്മൾ ഈ ഒരു പോളിസി എടുക്കുന്നത് നമുക്ക് ഡിബഞ്ചർ റെഡീം ചെയ്യുന്നത് ഏത് വർഷമാണോ, ആ ഡിബഞ്ചർ മെച്ചൂർ ആവുന്ന ഈ വർഷം ഏതാണോ ആ വർഷം വരെ, ആ ഒരു സമയം വരെത്തേക്കുള്ള പോളിസി, ഇൻഷുറൻസ് പോളിസി ആയിരിക്കും നമ്മൾ എടുക്കുക. ആ ഒരു സമയം വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റിൽ നിന്ന് എമൗണ്ട് മാറ്റി വെക്കുന്നു. ആ മാറ്റി വെച്ച എമൗണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇൻഷുറൻസ് പോളിസി അല്ലെങ്കിൽ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നു. ഓക്കെ, but the total premium paid will amount to less than the policy amount, but the policy amount will equal to the amount required for redemption. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എമൗണ്ട്, ടോട്ടൽ നമ്മൾ അടയ്ക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞെങ്കിൽ പോളിസി എമൗണ്ടിനേക്കാളും കുറവായിരിക്കും. പക്ഷെ നമ്മുടെ പോളിസി എമൗണ്ട് എന്തായിരിക്കും, നമുക്ക് റെഡീം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ടിന് തുല്യമായിരിക്കും. കാരണം നമ്മുടെ ഉദ്ദേശം എന്താണ്, ഈ പോളിസി എടുക്കുന്ന ഇൻഷുറൻസ് പോളിസി എടുക്കേണ്ട ഉദ്ദേശം എന്താണ്, നമുക്ക് റെഡീം ചെയ്യാൻ ആവശ്യമായ ഫണ്ട് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് റെഡീം ചെയ്യേണ്ട ആവശ്യമായ ഫണ്ട് എത്രയാണോ അതിന് തുല്യമായിരിക്കും എന്ത്, ആ പോളിസി എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പോളിസി എമൗണ്ട് ആൻഡ് പ്രീമിയം പെയ്ഡ് വിൽ ബി ഇൻട്രസ്റ്റ് ഓൺ പ്രീമിയം. അപ്പോൾ എന്താണ് പോളിസി എമൗണ്ടും ഞാൻ പറഞ്ഞു പോളിസി എമൗണ്ട് എന്താണ് എത്രയാണോ അത്രയും എമൗണ്ട് നമ്മൾ അടക്കില്ല. ഓക്കെ, ഇൻഷുറൻസ് പ്രീമിയം ആയിട്ട് നമ്മൾ അടച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ പോളിസി എമൗണ്ടും അതുപോലെ തന്നെ നമ്മൾ പ്രീമിയം ആയിട്ട് നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് അടച്ചിട്ടുള്ള എമൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടായിരിക്കുമല്ലോ. ആ ഡിഫറൻസ് ആണ് എന്ത് അവിടുത്തെ ഈ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന പ്രീമിയം എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അതിന് പ്രോഫിറ്റ് ഓൺ റിയലൈസേഷൻ പോളിസി, ആ ഇൻഷുറൻസ് പോളിസി എടുത്തതിന്റെ ഭാഗമായിട്ട് നമുക്കുണ്ടാകുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഡിഫറൻസ് ആണ്. എന്ത് ഡിഫറൻസ്, നമ്മൾ അതായത് നമ്മുടെ പ്രീമിയം പെയ്ഡും അതുപോലെ എന്താണ്
പോളിസി എമൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് നമ്മുടെ അവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് മെത്തേഡ് പ്രൊവൈഡ് ഫണ്ട് ഫോർ റിഡംഷൻ ആൻഡ് കവർ ദ റിസ്ക് ഇൻവോൾവ്ഡ് ഇൻ ട്രാൻസാക്ഷൻ. അപ്പൊ ഈ ഒരു മെത്തേഡ് എന്താണ്, നമുക്ക് റിഡംഷൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് നമുക്ക് ലഭ്യമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ആ ട്രാൻസാക്ഷനിലുള്ള റിസ്ക് നമുക്ക് നേരത്തെ പറഞ്ഞു, നമ്മൾ സിങ്കിങ് ഫണ്ട് മെത്തേഡ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ എന്താ ചെയ്യുക, ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മറ്റ് കമ്പനീസിന്റെ ഷെയർസിലോ ഡിബഞ്ചേഴ്സിലോ സെക്യൂരിറ്റീസിലാണ്. നമുക്കറിയാം ഷെയർസ്, സെക്യൂരിറ്റീസ്, ഡിബഞ്ചേഴ്സ് എന്നൊക്കെ പറയുന്നത് മാർക്കറ്റിലെ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ് അല്ലെ. അപ്പം അത്തരത്തിലുള്ള ഒരു റിസ്ക്, ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള റിസ്ക് ഉള്ള ഒരു സംഭവമാണോ? അല്ല. എല്ലാത്തരം റിസ്കുകളെയും നമുക്ക് എന്താണ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള മാർക്കറ്റ് റിസ്കുകളൊന്നും എന്തിനില്ല, ഇൻഷുറൻസ് പോളിസിക്ക് ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു, ഈ സിങ്കിങ് ഫണ്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ഗുണമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ രണ്ട് ഇൻഷുറൻസ് പോളിസി മെത്തേഡും എന്താണ്, അതുപോലെ തന്നെ എന്താണ് സിങ്കിങ് ഫണ്ട് മെത്തേഡിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് റിഡംഷൻ ബൈ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചർ ഫ്രം ഓപ്പൺ മാർക്കറ്റ്. ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഓൺ ഡിബഞ്ചർ പർച്ചേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, റെഡീം ചെയ്യാം. റിഡംഷൻ ബൈ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചർ ഫ്രം ദി ഓപ്പൺ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓൺ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കമ്പനി എന്താണ് നേരത്തെ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിബഞ്ചർ, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, സാധാരണ രീതിയിൽ അത് ഒരു മെച്യൂരിറ്റി പീരീഡ് ആവുന്ന സമയത്ത് കമ്പനി എന്ത് ചെയ്യണം, അതിന്റെ എമൗണ്ട് റീപേയ്മെന്റ് നടത്താണ് ചെയ്യാറുള്ളത്. അല്ലാതെ തന്നെ കമ്പനി ചില സമയത്ത് ഓൺ ഡിബഞ്ചർ എന്ത് ചെയ്യും, മെച്യൂരിറ്റി പീരീഡിന് മുമ്പ് ഇപ്പോൾ ആ ഡിബഞ്ചർ ആരാണോ വാങ്ങിയിട്ടുള്ളത് ആ വ്യക്തിക്ക് ഒരു എമർജൻസി വരികയാണ്. ഇപ്പൊ ഞാനാണ് എന്താണ് ഒരു റിലയൻസ് കമ്പനിയിൽ നിന്നും ഡിബഞ്ചർ വാങ്ങിയെന്ന് വിചാരിക്കുക. 10 വർഷം കഴിഞ്ഞിട്ടാണ് അത് മെച്യൂരിറ്റി ആവുന്നത്. ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തായി, കുറച്ച് പണത്തിന്റെ ആവശ്യം വന്നു, കുറച്ച് എമർജൻസി വന്നു. ആ ഡിബഞ്ചർ ഹോൾഡർ എന്ന നിലയ്ക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ കയ്യിലുള്ള ആ ഡിബഞ്ചർ ഡോക്യുമെന്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ചിലപ്പോൾ വിൽക്കാൻ തയ്യാറാവും. കാരണം എനിക്ക് അപ്പോൾ ക്യാഷിന്റെ ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ അത് വിൽക്കാൻ തയ്യാറാവും. അങ്ങനെ വിൽക്കാൻ തയ്യാറാകുന്ന ഡിബഞ്ചർ ഹോൾഡർ വിൽക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, ആ മാർക്കറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, കമ്പനി തന്നെ ആ ഡിബഞ്ചറിന്റെ ഇഷ്യൂ ചെയ്തിട്ടുള്ള കമ്പനി തന്നെ എന്ത് ചെയ്യുന്നു, മാർക്കറ്റിൽ നിന്നും അത് വാങ്ങുക. അത് അവർക്ക് ഗുണമായിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കേസിൽ കമ്പനിക്കുള്ള ഗുണം എന്താണ്, കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ, ഈ ഒരു കേസിൽ കമ്പനിക്കുള്ള ഗുണം എന്താണ്, കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ്, ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്താണോ മാർക്കറ്റ് വാല്യൂ, ആ മാർക്കറ്റ് വാല്യൂവിനേക്കാളും കുറഞ്ഞ പ്രൈസിന് ഒരു പക്ഷേ എന്ത് കിട്ടാൻ സാധ്യതയുണ്ട്, അവരുടെ ഡിബഞ്ചർ ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനിയുടെ തന്നെ ഡിബഞ്ചർ എന്ത് ചെയ്യുന്നു, ഓപ്പൺ മാർക്കറ്റിൽ നിന്നും എന്ത് ചെയ്യുന്നു, തിരിച്ചെടുക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, റിഡംഷൻ ബൈ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കുക, എ കമ്പനി ക്യാൻ ബൈ ഇറ്റ്സ് ഓൺ ഡിബഞ്ചർ ഇഫ് ഇറ്റ് ഈസ് ഓതറൈസ്ഡ് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾ. കമ്പനിയുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ പറയും, കമ്പനിയുടെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ. അപ്പൊ കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു കമ്പനി എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ കുറിച്ച് ഒരു രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ടാവും. അപ്പൊ അത് പ്രകാരം അംഗീകരിക്കപ്പെട്ട രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ആ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ആർട്ടിക്കിളിൽ എന്താണ് പറയുന്ന, അതിന് പെർമിഷൻ ആണ്, ഓതറൈസ്ഡ് ആണെങ്കിൽ കമ്പനിയുടെ തന്നെ ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ ഓതറൈസ്ഡ് ആണെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പൺ മാർക്കറ്റിൽ നിന്നും അവരുടെ ഡിബഞ്ചർ തന്നെ കമ്പനിക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, വെൻ എ കമ്പനി പർച്ചേസ് ഓൺ ഡിബഞ്ചേഴ്സ് ഇറ്റ് വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ. അപ്പൊ കമ്പനി അവരുടെ തന്നെ ഡിബഞ്ചർ എന്ത് ചെയ്യാണ്, ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് ബിക്കോസ് the old debenture are withdrawn or taken back from debenture holders by paying them either at par or premium. എന്തുകൊണ്ടാണ് ഇതിനെ റിഡംഷൻ ആയിട്ട് കണക്കാക്കുന്നത്, അതായത് ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്നും എന്ത് ചെയ്യുന്നു, ആ ഡിബഞ്ചർ നമ്മൾ എന്ത് ചെയ്യാണ്, തിരിച്ചെടുക്കുകയല്ലേ ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്താണ്, ഇതിനെ നമുക്ക് റിഡംഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, the purchase of debenture may be paid from sinking fund or out of profit or out of capital. അപ്പൊ നമ്മൾ ഈ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുവാൻ വേണ്ടിയിട്ട് വേണ്ട ക്യാഷ് സിങ്കിങ് ഫണ്ടിന് നിന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്താണ് പ്രോഫിറ്റിൽ നിന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്യാപിറ്റലിൽ നിന്നും ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു മെത്തേഡിന്റെ പ്രത്യേകത എന്താണ്, നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്നും, അതായത് മെച്യൂരിറ്റി ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യാതെ ഓപ്പൺ മാർക്കറ്റിൽ നമുക്ക് ഡിബഞ്ചർ അവൈലബിൾ ആവാൻ, നമ്മുടെ തന്നെ ഡിബഞ്ചർ നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ അത് എന്താണ്
ടേക്ക് ബാക്ക് ചെയ്യാണ്, വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിഡംഷൻ ത്രൂ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നോക്കൂ, ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ ദി ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. അപ്പൊ താഴെ പറയുന്ന 3 സാഹചര്യങ്ങളാണ് നമ്മൾ സാധാരണയായിട്ട് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്താറുള്ളത്. ഏതൊക്കെയാണ് 3 സാഹചര്യങ്ങൾ? ഒന്ന് നോക്കൂ. വെൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഈസ് ഹയർ ദാൻ ദി മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് എന്താണ്, നമ്മുടെ ഡിബഞ്ചറിന്റെ എന്താണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റിനേക്കാളും ഹയർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും നമ്മൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ എന്താ ചെയ്യുക, ഓപ്പൺ മാർക്കറ്റിനുള്ള ഒരു ചാൻസ് ഉണ്ട്, ഓപ്പൺ മാർക്കറ്റ് പർച്ചേസിനുള്ള ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ അത് പർച്ചേസ് നടത്തും. ഓക്കെ, കാരണം ബിസിനസിന്റെ ബാധ്യത കുറയാൻ അത് സഹായിക്കും. പിന്നെ അടുത്ത എന്താണ്, വെൻ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഡിബഞ്ചർ ഈസ് ഫാൾ ബിലോ ദ ഫേസ് വാല്യൂ ഓഫ് ഓർ റിഡംഷൻ പ്രൈസ്. അതുപോലെ എന്താണ്, ഈ ഓപ്പൺ മാർക്കറ്റിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ കമ്പനിയുടെ ഡിബഞ്ചറിന്റെ എന്താണ് വാല്യൂ എന്ന് പറയുന്നത്, അതിന്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ റെഡീം ചെയ്യേണ്ട സമയത്ത് കൊടുക്കേണ്ട റിഡംഷൻ പ്രൈസിനേക്കാളും അല്ലെങ്കിൽ ഡിബഞ്ചറിന്റെ ഫേസ് വാല്യൂനേക്കാളും ഒരുപാട് താഴെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, റിഡംഷൻ ഓപ്പൺ അല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്താനുള്ള സാധ്യതയുണ്ട്. പിന്നെന്താണ്, വെൻ സഫിഷ്യന്റ് ഫണ്ട് ഈസ് അവൈലബിൾ ഇൻ സർപ്ലസ് ഫണ്ട്. അതുപോലെയാണ് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ ഫണ്ട് അവൈലബിൾ ആണ്, അല്ല സോറി, ഓപ്പൺ മാർക്കറ്റിൽ ഡിബഞ്ചർ അവൈലബിൾ ആണ് എന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്താനൊന്നും സാധിക്കില്ല. എന്തും കൂടി വേണം, നമ്മുടെ കയ്യിൽ സഫിഷ്യന്റ് ആയിട്ടുള്ള ഫണ്ട് ആവശ്യമുണ്ട്, സർപ്ലസ് ആവശ്യമുണ്ട്. അപ്പം ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്താൻ ആവശ്യമായ സഫിഷ്യന്റ് ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ്, ഹയർ ആണ് ഇതിനേക്കാളും, മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റിനേക്കാളും എന്ന് വിചാരിക്കുക. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്താൻ സാധിക്കുമെങ്കിൽ ചെയ്യും. പിന്നെന്താണ്, ഫേസ് വാല്യൂനേക്കാളും റിഡംഷൻ പ്രൈസിനേക്കാളും എന്താണ് ഒരുപാട് താഴെയാണ് എന്ത് മാർക്കറ്റ് പ്രൈസ് എന്ന് വിചാരിക്കുക. മാർക്കറ്റ് പ്രൈസ് എന്താണ് ഒരുപാട് താഴെയാണ്, ഫാൾ ബിലോ ദി ഫേസ് വാല്യൂനേക്കാളും അതുപോലെ റിഡംഷൻ പ്രൈസിനേക്കാളും ഒരുപാട് താഴെയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്താൻ നോക്കും. ഓക്കെ, അവൈലബിൾ ആണെങ്കിൽ. പിന്നെന്താണ്, നമ്മുടെ കയ്യിൽ സഫിഷ്യന്റ് ആയിട്ടുള്ള ഫണ്ട് ഉണ്ടെങ്കിൽ, സഫിഷ്യന്റ് എമൗണ്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ അത്ര സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തും. ഓക്കെ, ഇനി ഇതിന്റെ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ് എന്നുള്ളതാണ്. ഒന്ന് എന്താണ്, നോക്കൂ, ദ കമ്പനി ഗെറ്റ്സ് പ്രോഫിറ്റ് ബിക്കോസ് ദ പർച്ചേസ് ഇസ് മെയ്ഡ് വെൻ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഡിബഞ്ചർ ഈസ് ലോവസ്റ്റ്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്താണ്, ഗെറ്റ്സ് പ്രോഫിറ്റ്. അതായത് കമ്പനിക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പ്രോഫിറ്റ് കിട്ടും. എങ്ങനെ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവുന്നത്, അതായത് നമ്മൾ ഈ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്നത് അതിന്റെ ഡിബഞ്ചറിന്റെ സമയത്ത് കൊടുക്കേണ്ട അല്ലെങ്കിൽ അതിന്റെ ഫേസ് വാല്യൂനേക്കാൾ കുറവാകുന്ന സാഹചര്യത്തിലായിരിക്കും മിക്കവാറും. അപ്പോൾ അത് കമ്പനിക്ക് ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ആയിരിക്കും എന്ത്, ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത എന്താണ്, നമുക്ക് റെഡ്യൂസ് ദി ബർഡൻ ഓഫ് ലോൺ. അപ്പൊ ലോണിന്റെ നമുക്കറിയാം, ഈ ഡിബഞ്ചർ എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, നമ്മൾ ഒരു ഫിക്സ്ഡ് ആയിട്ട് ഇയർലി ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ഒരു സംഭവമാണ്. അപ്പൊ ആ ഒരു ബാധ്യത നമ്മൾ കൃത്യമായിട്ട് ഇൻട്രസ്റ്റും മറ്റു കാര്യങ്ങളും നൽകേണ്ട ആ ഒരു ബേർഡൻ നമുക്ക് ഇല്ലാതാക്കി തരും എന്നുള്ളതാണ് ഇതിനെ മറ്റൊരു ഗുണമായിട്ട് പറയുന്നത്. ദെൻ ഇൻട്രസ്റ്റ് ബേർഡൻ എന്താണ്, ഇല്ലാതാക്കി തരും. പിന്നെന്താണ്, അവോയ്ഡ് ദി പേയ്മെന്റ് ഓഫ് പ്രീമിയം ഓൺ റിഡംഷൻ. അത് റിഡംഷൻ സമയത്ത് നൽകേണ്ട പ്രീമിയം പേയ്മെന്റ് ഇല്ലാതാക്കി തരും. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങളായിട്ട്, അഡ്വാൻറ്റേജസ്, ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന കമ്പനിക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങളായിട്ട് പറയുന്നത് ഈ 4 കാര്യങ്ങളാണ്. ഒന്ന്, പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സഹായിക്കും, ലോൺ ബേർഡൻ കുറയ്ക്കാൻ സഹായിക്കും, ഇൻട്രസ്റ്റ് ബേർഡൻ കുറയ്ക്കാൻ സഹായിക്കും, അതുപോലെ റെഡീം ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ടിയിരുന്ന പ്രീമിയം കൊടുക്കാതെ അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ സഹായിക്കും. ഇത്രയൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട്, അതായത് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തി റെഡീം ചെയ്യുന്നതിലൂടെ കൂടെ കമ്പനിക്ക് ലഭിക്കുന്ന അഡ്വാൻറ്റേജസ് ഇത്രയൊക്കെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഒന്ന് എന്താണ്, പർപ്പസ് ഓഫ് പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചർ. നമ്മൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്നത് പ്രധാനമായിട്ട് 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഓപ്പൺ മാർക്കറ്റ് പർച്ചേസിന് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നുണ്ട്, റിഡംഷൻ ആയിട്ട് കണക്കാക്കാറുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. അപ്പം ഇത് എന്താണ്, ഒന്നുകിൽ നമ്മൾ എന്താണ് ഫോർ ഇമീഡിയറ്റ് ക്യാൻസലേഷൻ. ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നമ്മൾ എന്താണ് ഇമീഡിയറ്റ് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്നു, ആ ഡിബഞ്ചറിന് അപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യുന്നു. കാരണം എന്താണ്, അത് കമ്പനിയുടെ തന്നെ ഡിബഞ്ചർ ആണ് അല്ലെ. കമ്പനിയുടെ തന്നെ ഡിബഞ്ചർ കമ്പനി എന്ത് ചെയ്യുന്നു, മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതാണ് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനി ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തി കഴിഞ്ഞാൽ ആ ഡിബഞ്ചറിന് അപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, അതിനെ ക്ലോസ് ചെയ്യുക. അങ്ങനെ ഒരു രീതിയുണ്ട്. അല്ലെങ്കിൽ ഫോർ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യത്തിന് വേണ്ടി, എന്താണ് നമുക്കറിയാം,
ഒരു ഡിബഞ്ചറിന് അതിനൊരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനിടയ്ക്കാണ് ഈ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്നത്. കമ്പനിക്ക് വേണമെങ്കിൽ ആ ഡിബഞ്ചറിന് ടിൽ ദി ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി വരെ നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം. അപ്പോൾ മെച്യൂരിറ്റി പീരീഡ് വരെ അവർക്ക് വേണമെങ്കിൽ അതിനെ ഹോൾഡ് ചെയ്ത് വെക്കാം. അങ്ങനെയെങ്കിൽ അത് ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് ആണെന്ന് പറയാം. അതല്ല എങ്കിൽ പർച്ചേസ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങി ഉടനെ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. ഇനി അങ്ങനെ ഡിബഞ്ചർ, അത്രയും ഡിബഞ്ചർ ഇനി നമ്മുടെ കമ്പനി ഒഴിവാക്കുകയാണെങ്കിൽ, ക്ലോസ് ചെയ്ത് കളയുകയാണെങ്കിൽ അതിനെ ഈ എന്തിനു വേണ്ടി പർച്ചേസ് നടത്തിയിട്ടുള്ള ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് എന്ന് പറയാം, ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ. ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, പർച്ചേസ് നടത്തി ആ ഡിബഞ്ചറിനെ നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണ്. ഫോർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞെങ്കിൽ നമുക്കറിയാം ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്നത് ഇന്ററിം പീരീഡിലായിരിക്കും. അപ്പോൾ ഇന്ററിം പീരീഡ് ടു ഒരു മെച്യൂരിറ്റി പീരീഡ് വരെ കമ്പനി ആ ഡിബഞ്ചറിനെ ഹോൾഡ് ചെയ്യാൻ, അതിന്റെ അതേ സ്റ്റാറ്റസ് നിലനിർത്താൻ കമ്പനി ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് നടത്തിയിട്ടുള്ള ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചർ ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കും അതിന്റെ എന്താണ് ജേണൽ എൻട്രീസുമാണ് നമുക്ക് നോക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പൊ ഇത്രയും തിയറീസ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കുക, ഇതിൽ നിന്ന് നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.